ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സെബലൂൺ നഫ്താലി ദേശങ്ങൾ ഏറ്റവും വിസ്മരിക്കപ്പെട്ട, എല്ലാവരും അവഗണിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു. അതിനുള്ള ആ ദുരവസ്ഥയ്ക്കുള്ള കാരണം ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്നുണ്ട്. പ്രവാചകൻ പറയുന്നത് ഇപ്രകാരമാണ്: ആദ്യകാലങ്ങളിൽ സെബലൂൺ നഫ്താലി ദേശങ്ങൾ അവർ നിന്ദനത്തിന് ഇരയാകുമെന്ന്, എന്നാൽ അവസാന നാളുകളിൽ അവർ മഹത്വപൂർണമാകുമെന്നും പ്രവാചകൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. യേശുവിൻ്റെ മനുഷ്യാവതാരം, യേശുവിൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത് ഈ സെബലൂൺ നഫ്താലി ദേശങ്ങളിലാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന ഒരു ജനതയ്ക്ക്, മരണത്തിൻ്റെ നിഴലിൽ വസിച്ചിരുന്ന ഒരു ജനതയ്ക്ക് ഒരു വലിയ പ്രകാശം കിട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രദേശങ്ങളുടെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് പറയുന്നത് അവർ അസീറിയൻ അധിനിവേശ കാലത്ത് മറ്റുള്ള ജനതകളുമായിട്ട് കലർന്നു ജീവിച്ചു, അങ്ങനെ അശുദ്ധരായി മാറി. മാത്രമല്ല, വലിയ വിഭാഗീയതയും ഭിന്നതയും അവരുടെ ഇടയിലുണ്ടായിരുന്നു. ആ വിഭാഗീയതയും ഭിന്നതയും ഇസ്രായേൽ ഗോത്രങ്ങളിലുടനീളം വ്യാപിക്കുന്നത് നാം കാണുന്നുണ്ട്. അവർ പരസ്പരം കലഹിക്കുന്ന കാഴ്ച നാം കാണുന്നുണ്ട്. യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യം ചിതറിക്കപ്പെട്ട ഇസ്രായേൽ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടുക, അങ്ങനെ അവരിലൂടെ ലോകത്തെ മുഴുവനും പാപത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ദൈവം മനുഷ്യാവതാരം ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഈ ഭിന്നത, വിഭാഗീയത, ഇത് എത്രമാത്രം നമുക്ക് അപകടം വരുത്തി വയ്ക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ രണ്ടാമത്തെ വായനയിൽ നമ്മോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ സങ്കടത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: ആരാണ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായത്? നിങ്ങൾ പറയുന്നത് ഞാൻ അപ്പോളോസിൻ്റെ ആളാണ്, ഞാൻ പൗലോസിൻ്റെ ആളാണ്, അല്ലെങ്കിൽ ഞാൻ കേപ്പായുടെ, ഞാൻ ക്രിസ്തുവിൻ്റെ ആളാണ് എന്ന രീതിയിൽ നമ്മൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഭിന്നത നിലനിൽക്കുന്നു. ഈ അവസ്ഥ ഇന്നും തുടരുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് കേരള സഭയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാം പല രീതിയിൽ നമ്മുടെ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള പരിശുദ്ധ ബലിയുടെ പേരിൽ പോലും, കുർബാനയുടെ പേരിൽ പോലും ഭിന്നത നിലനിൽക്കുന്ന ഒരു ദുരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇതാണ് യഥാർത്ഥമായിട്ട് അന്ധകാരത്തിൽ സെബലൂൺ നഫ്താലി ദേശങ്ങളായതുപോലെ നമ്മളും ആയിത്തീരുന്നു. നമുക്കും മഹത്വപൂർണതയിലേക്ക് നടക്കേണ്ടേ വേണം. അതിന് ഈ ഭിന്നതയും വിഭാഗീയതയും നാം ഒഴിവാക്കിയേ തീരൂ. ഏത് വിഭാഗമായിക്കോട്ടെ, അവർക്ക് പറയുവാനായിട്ട് 100 ന്യായീകരണങ്ങളുമുണ്ട്. ന്യായീകരണങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കുവാനായിട്ട് നമ്മൾ എല്ലാവരും മിടുക്കരാണ്. അത് നാം പല രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ട് സഭയെ തന്നെ നമ്മൾ മലിനമാക്കുന്നു, അല്ലെങ്കിൽ സഭയെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ നമ്മൾ തന്നെ പ്രവർത്തിക്കുന്ന കാഴ്ച, സങ്കടകരമായിട്ടുള്ള കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആരാണ്, പൗലോസ് അപ്പോസ്തലൻ നമ്മോട് ഇന്നും ചോദിക്കുന്നത്, ആരാണ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായത്? ക്രൂശിതൻ്റെ ലക്ഷ്യമെന്തായിരുന്നു? ഐക്യം കൊണ്ടുവരിക, ഭിന്നത അകറ്റുക, വിഭാഗീയത അകറ്റുക. ബൈബിളിൻ്റെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് വിഭാഗീയത ഇല്ലാതാക്കുക. വിഭാഗീയത എന്ന് പറയുന്നത് പൈശാചികമാണെന്നും നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കും. അതിനാൽ നമ്മുടെ വാക്കുകൾ, നമ്മുടെ പക്കൽ നിന്ന് ഒരു രീതിയിലുള്ള വിഭാഗീയ ചിന്തകളും വരാതിരിക്കട്ടെ. യേശു ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട് തൻ്റെ ആദ്യ 4 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്. അവർ മീൻപിടുത്തക്കാരായിരുന്നു. അവരുടെ ആ എക്സിസ്റ്റിംഗ് സ്കിൽസ്, അവർക്ക് ഉണ്ടായിരുന്ന ഒരു സ്കില്ല് യേശുനാഥൻ ഉപയോഗപ്പെടുത്തുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർക്കുണ്ടായിരുന്ന 3 പ്രധാനപ്പെട്ട സ്കില്ലുകളായിരുന്നു. അവർക്ക് ക്ഷമ, പേഷ്യൻസ് ഉണ്ടായിരുന്നു. രണ്ടാമതായിട്ട് ഹാർഡ് വർക്ക്, അധ്വാനിക്കാനായിട്ട് മടിയില്ലാത്തവരായിരുന്നു. മൂന്നാമതായിട്ട് ടീം വർക്ക്. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സഭകളിൽ നിലനിൽക്കുന്ന ഈ ഭിന്നത ഒഴിവാക്കാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ ലക്ഷ്യം ഐക്യമെന്ന യേശുവിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. ഒരാൾ പാപത്തിലോട്ട് പോകുകയാണ്, അല്ലെങ്കിൽ തെറ്റിലേക്ക് പോകുകയാണെന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം വേണ്ട സ്കിൽ എന്ന് പറയുന്നത് ക്ഷമയോടെ അവനെ പറഞ്ഞ് മനസ്സിലാക്കുക. അത്രമാത്രം ക്ഷമ കാണിക്കാവുന്നു, അത്രമാത്രം ക്ഷമ കാണിച്ചുകൊണ്ട് ആ വ്യക്തിയെ നേടിയെടുക്കുവാനായിട്ട് ശ്രമിക്കണം. അതിനുവേണ്ടി അധ്വാനിക്കേണ്ടി വരും, ക്ഷമയോടെ അധ്വാനിക്കേണ്ടി വരും.
ടീം വർക്കായിട്ട് കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ കൂട്ടി മറ്റുള്ളവരെയും കൂടി കൂട്ടി നാം അയാളെ നേടിയെടുക്കണമെന്നുള്ള രീതിയിൽ സഭയുടെ സഹായത്തോടു കൂടി ആ വ്യക്തിയെ നേടിയെടുക്കണമെന്നും കർത്താവ് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ടീം വർക്കും ഹാർഡ് വർക്കും പേഷ്യൻസും ഉണ്ട് എങ്കിൽ, നമുക്ക് ക്ഷമയും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വിഭാഗീയതയും ഭിന്നതയും ഒഴിവാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ക്രിസ്തുവിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. ആരാണ് നമുക്ക് വേണ്ടി ക്രൂശിതനായത്? ക്രിസ്തുവാണ് ക്രൂശിതനായത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് ക്രിസ്തു പറയുകയാണ്. ഈ മനുഷ്യരെ പിടിക്കണമെങ്കിൽ, സ്വർഗരാജ്യത്തിന് വേണ്ടി മനുഷ്യരെ നേടിയെടുക്കണമെങ്കിൽ വേണ്ട 3 ക്വാളിറ്റീസാണ് ആ ടീം വർക്കും ഹാർഡ് വർക്കും പേഷ്യൻസും. നമുക്ക് നമ്മുടെ സ്വഭാവത്തിൽ അത് ഉൾപ്പെടുത്താം. അങ്ങനെ ആരാണ് നമുക്ക് വേണ്ടി ക്രൂശിതനായത് എന്ന് നമുക്ക് ഓർക്കാം. എല്ലാ രീതിയിലുള്ള എന്ത് തന്നെ ന്യായീകരണം ഉണ്ടായാലും നമുക്ക് അതെല്ലാം മാറ്റിവയ്ക്കുക. അതാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. നമുക്ക് പറയാനായിട്ട് നമുക്ക് ന്യായമുണ്ട്, നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നുന്ന രീതിയിലാണ് പിശാച് കടന്ന് പ്രവർത്തിക്കുന്നത്. അതിനാൽ നമുക്ക് ഓർക്കേണ്ടത്, എത്ര ന്യായങ്ങളുണ്ടായാലും ഭിന്നത ഒഴിവാക്കുക, വിഭാഗീയത ഒഴിവാക്കുക, ഐക്യത്തിന് വേണ്ടി ശ്രമിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.